അതെ അതെ, ഞാനിവിടെ വേറൊരു പ്രശ്നം കണ്ടത്, കുട്ടികൾ ഇപ്പോൾ പിള്ളേരെ പഠിപ്പിക്കുക, അതായത് കുറേ പഠിപ്പിക്കുക, അവരുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര മോശമാണ്, സ്ട്രെസ്സുള്ള രീതിയിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർക്ക് എൻ്റർടൈൻമെൻ്റ് ഇല്ലെന്ന് പിള്ളേരുടെ എൻ്റർടൈൻമെൻറ്റ് ഈ മൊബൈൽ എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ കാണുക പല പിള്ളേരും. അത് ഈ പേരൻസിൻ്റെ ഒരു ബോധം പോലെ ഇരിക്കും ഈ പിള്ളേർ എങ്ങനെയാണ് എൻ്റർടൈൻ ആകുന്നതെന്നുള്ളത്. ഇതിനകത്തിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പോർട്സും ഗെയിംസും വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. അത് ഹെൽത്തിന് ഗുണം ചെയ്യും, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഗുണം ചെയ്യും. ഇപ്പോൾ ഈ കോർഡിനേഷൻ, ടീം സ്പിരിറ്റ്, അല്ലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മനുഷ്യർക്ക് വേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സാധനം ഇപ്പോൾ അതൊരു വഴിക്ക് നടക്കണം. പിന്നെ ഉള്ളതാണ് ഈ പറഞ്ഞ പോലെ മീഡിയ കൂടെ ഉള്ള കവിതയും പാട്ടും കാർട്ടൂണും ഒക്കെ. ഈ രാജ്യത്ത് അതിൻ്റെ റിസർച്ച് നടക്കുന്നേ ഇല്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ ആദ്യം തന്നെ ഈ മതം പോലത്തെ സാധനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ മതം പഠിക്കുമ്പോൾ ഈ മതപുസ്തകങ്ങളിലൊക്കെ ഈ ദൈവങ്ങൾ വന്ന് എല്ലാ മതത്തിലും ദൈവങ്ങൾ ഒരുമാതിരി യുദ്ധം ചെയ്യുകയും തല വെട്ടിക്കളയുകയും അങ്ങനൊന്ന്. വേറൊരിടത്താണ് ഒരാളെ അടിച്ച് തല്ലി കൊന്ന് കെട്ടി തൂക്കിയിട്ടേക്കുന്ന പടമാണ് എല്ലാവരും കാണുന്നത്. ഇങ്ങനത്തെ ടോർച്ചറും ഇതൊക്കെ കൊച്ചുങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കഥകളല്ല. ഈ കൊള്ളാവുന്ന രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ കാർട്ടൂൺസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിള്ളേർക്ക് പഠിക്കാനും അതിനകത്തുനിന്ന് അറിയാനും അവരുടെ ബിഹേവിയറും പിന്നെ അവരുടെ നോളജ്, അവർക്ക് വേണ്ട കാര്യങ്ങളുടെ പേരുകൾ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് എന്തൊക്കെ ചെയ്യണം, മനുഷ്യരോട് എങ്ങനെ ഇടപെടണം, ഈ കാര്യങ്ങളൊക്കെ പിള്ളേർ പഠിക്കുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ഈ നാട്ടിലെ ഒരൊറ്റ പരിപാടി പിള്ളേരെ കാണിക്കരുത്. അതിന് കാണിക്കേണ്ടത് ഈ പറഞ്ഞ ഇംഗ്ലീഷ് ചാനലുകളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ. അത് നല്ല പഠനങ്ങൾ നടത്തിയതിന് ശേഷം ഏറ്റവും ക്ലിയറായിട്ട് ഒരു കൊച്ചിന് ഏറ്റവും എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ഈ കാർട്ടൂൺ നെറ്റ്വർക്ക്സ് ഇഷ്ടം പോലെ കിടക്കുക. ഈ ചാനൽസിന് നെറ്റ്വർക്ക്സ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് കാർട്ടൂൺ കാണാൻ പറ്റും. അത് ഓരോ പ്രായത്തിനനുസരിച്ച് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് പഠിക്കുന്ന പിള്ളേരുടെ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഒരുപാട് പേരത് ചെയ്തിട്ട് നല്ല റിസൾട്ടുണ്ട്. അതേസമയം നാട്ടിലെ സീരിയലോ ബിഗ് ബോസോ ഇവിടുത്തെ പന്ന സിനിമയോ അത് കണ്ടു കഴിഞ്ഞാൽ പിള്ളേരുടെ തല തെറ്റും. കാരണം ഈ എൻ്റർടൈൻമെൻറ്റ് വഴി പഠിക്കുക. നമ്മളൊക്കെ എന്താ പറയുക, ചെറുപ്പത്തിൽ കണ്ടുകൊണ്ടിരുന്നതൊക്കെ പൊട്ടത്തരങ്ങളാണ്. ഇപ്പോഴാണെങ്കിൽ വയലൻസും കൂടെ കൂടുതൽ വരുന്നത് എല്ലായിടത്തും. ഈ മതത്തിനകത്ത് ഫുള്ള് വയലൻസാണ്. ഈ കാര്യം ഒഴിവാക്കണം. സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ ഇത് വന്നേക്കുന്നത്. ഇപ്പോൾ ഈ സിലബസിലോട്ടൊക്കെ കൊണ്ടും തള്ളി കയറ്റുന്നുണ്ട്. പിന്നെ ഈ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചർ ഭയങ്കര കൾച്ചറാണെന്ന് പറഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ കൾച്ചർ ഇല്ലാത്തവരാണ്. അല്ലെങ്കിൽ വിദേശത്തോട്ട് എങ്ങോട്ടും ചെന്ന് കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും നമ്മുടെ കൾച്ചർ കൊള്ളത്തില്ലെന്ന്. കാരണം ഇപ്പോൾ യൂറോപ്പിലൊക്കെ കണ്ടില്ലേ ചെന്ന് കിടന്ന് കാണിക്കുന്നത്, റോഡിൽ തേങ്ങ ഉടയ്ക്കുക, ഇതൊക്കെയാണ് നമ്മുടെ രീതികൾ. അവിടെ ചെന്ന് അവിടെ കുളവാക്കുക, ഇവിടുത്തെ മാലിന്യം എല്ലാം എടുത്ത് അങ്ങോട്ട് പോവുക. ആ രാജ്യം പുരോഗമിച്ച് നല്ല രീതിയിൽ ആയേക്കുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊന്നും ഇല്ലാഞ്ഞതാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇവിടെ നിന്ന് പോയവർക്കില്ല. ഇതും ഇവിടുത്തെ ഏറ്റവും വൃത്തികെട്ട സാധനം. അതായത് ഈ നാട് നശിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണോ അതാണ് ഇവർ കൂടുതൽ മുറുക്കി പിടിക്കുന്നത്. ആ സാധനം ഒഴിവാക്കിയിട്ടില്ല. സ്കൂളിലൊന്നും പറഞ്ഞാൽ ഒരിടത്തും ഈ മതം പഠിപ്പിക്കരുത് കൊച്ചുങ്ങളെ, പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നുമില്ല. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവം ഉണ്ടെന്നോ എല്ലാം പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഒരു പരിധി വരെയൊക്കെ അത് അത്രയും അഫക്റ്റ് ചെയ്യത്തൊന്നുമില്ല. പക്ഷേ ഈ സ്റ്റോറീസ് കുഴപ്പം ഇവിടുത്തെ ഇന്ത്യൻ മിത്തൊക്കെ ഭയങ്കര കലിപ്പാണ്. കൂടുതലും കൊലപാതകം തന്നെയാണ്, യുദ്ധമാണ്. ഈ യുദ്ധമൊന്നും ആരും കൊച്ചുങ്ങളിങ്ങനെ കണ്ട് ഈ ബ്രൂട്ടൽ സാധനങ്ങളൊന്നും കേൾക്കേണ്ട ഒരു കാര്യമില്ല. വളരെ സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ പിള്ളേർ വളരുന്നുണ്ട്. ഇപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിൽ ജയിൽ ഒഴിവാക്കി, ജയിലില്ല. സ്കാൻഡിനേവിയൻ കൺട്രീസിലൊന്നും ജയിലില്ലെന്ന് പറയും. അവർ ജയിലില്ലാതാക്കിയത് ഉള്ള കുറ്റവാളികളെല്ലാം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ആ കണ്ണൂരും മറ്റിടത്തു നിന്നൊക്കെ ഉള്ള തീഹാറിൽ നിന്നൊക്കെ ഉള്ളവരെല്ലാം ഇറക്കി വിട്ടിട്ട് ജയിൽ പൂട്ടുമല്ല ചെയ്യുന്നത്. ആ ക്രൈം റേറ്റ് കുറയ്ക്കുവാണ്, ക്രൈംസ് കുറയ്ക്കുവാണ്. ക്രൈം ചെയ്യാൻ ടെൻഡൻസിയുള്ള പിള്ളേരെ തന്നെ കണ്ടെത്താൻ പറ്റും. കൊച്ചു തന്നെ വല്ല ADHD അല്ല അല്ലാത്ത അക്രമാസനമുള്ള പിള്ളേരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റും അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അവരെ പഠിപ്പിക്കുന്നതെല്ലാം നല്ല വൃത്തിക്ക് ചെയ്ത് കൊണ്ടാണ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ആയിരിക്കും. നമ്മളിവിടെ അങ്ങനെയല്ല. പോലീസുകാരുടെ പണി എന്ന് വെച്ചാൽ കള്ളനെ പിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഈ ക്രൈം തടയാൻ പോലും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അറിയത്തില്ല ആരാ അതിനകത്ത് ടെൻഡൻസി ഉള്ളവർ. ഒരു സുപ്രഭാതത്തിൽ തൊന്തേട്ടൻ തലയടിച്ച് പൊട്ടിച്ചു വെട്ടിക്കൊന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അങ്ങനെ സംഭവിക്കത്തില്ല. അതിന് കൊച്ചിലെ തന്നെ ഈ സാധനത്തിനെ ട്രീറ്റ് ചെയ്യും. പിന്നെ ഈ സ്റ്റേറ്റ് കുട്ടികളെ വളർത്തുന്ന സ്ഥലങ്ങൾ നല്ലതായിരിക്കും. കാരണം എല്ലാവരും പറയും പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് അവരുടെ പഴച്ചു പോയത്, അല്ല അവൻ നന്നാകാത്തത് ചിലപ്പോൾ ആ വീട്ടിൽ ജനിച്ചതുകൊണ്ടോ ഈ വീട്ടിൽ അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ പ്രശ്നങ്ങളുകൊണ്ടോ ആണെങ്കിൽ പോലും അവിടെ നിന്ന് ആ സാധനത്തിനെ മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ സ്കൂളാണ് മെയിൻ. ഈ സ്കൂളിൽ നിന്നാണ് പലതും നന്നാവുന്നതും ചീത്തയാവുന്നത്. അല്ലാതെ ഇപ്പോൾ തന്തേ എന്നുള്ള എന്തൊക്കെ മെനക്കെട്ടെന്ന് പറഞ്ഞാലും ആ സ്കൂൾ മോശമാണെങ്കിൽ ആ കുട്ടി മോശമാകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് പേരൻസിൻ്റെ ഇഷ്യൂ വരുന്നത് വളരെ കുറച്ച് വീടുകളിലെ പേരൻസ് പ്രശ്നക്കാർ കാണത്തുള്ളൂ. ആ ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് ഈ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് ഇവിടെ നിന്ന് വേണം അങ്ങോട്ട് പോകാൻ. മനസ്സിലായോ? അല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ടല്ല കൊണ്ടിരുന്നത്. ഇത് തിരിച്ചാണ് സംഭവിക്കേണ്ടത്. കൊച്ചിന് പ്രശ്നമുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ അടുത്ത സ്റ്റഡി പേരൻസ് എങ്ങനെയുണ്ട്. ഈ പേരൻസിനെ പഠിപ്പിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു സ്കൂളെന്ന് പറയുന്നത് പേരൻറ്റിങ്ങും ആ കുട്ടിയും കൂടെ പഠിപ്പിക്കേണ്ട ഒരു സ്ഥലമാക്കി മാറ്റണം. അതിനകത്ത് ഒരു സാധനം ഇവിടെ നടക്കുന്നില്ല. ഇവിടുന്ന് പിള്ളേരെ കൊണ്ട് എങ്ങോട്ടോ പറഞ്ഞു വിട്ട് രാവിലെ എല്ലാം നടന്നു എങ്ങനെയൊക്കെയോ സ്കൂളിലെത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തല്ലിപ്പിരിഞ്ഞ് പഠിപ്പിക്കാൻ അറിയാവുന്നവരാണോ പഠിപ്പിക്കുന്നത്? അവർക്ക് കൊച്ചുങ്ങളെ പറ്റി അറിയത്തില്ല. അവർ പഠിച്ചേക്കുന്നത് ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് പഠിപ്പിക്കാനാണ് ഇവർ വരുന്നത്. ഇവർക്ക് സൈക്കോളജിയും അല്ലെ ഈ പറഞ്ഞ പോലെ കുട്ടികളെ മാനേജ് ചെയ്യേണ്ട രീതികളൊന്നും പല പരിപാടിക്കകത്തും ഇല്ല ഇവിടെ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരിടത്ത് കിടക്കുക. പിന്നെ 3 സിലബസ് ഞാൻ പറഞ്ഞില്ലേ, 3 സിലബസ് വേണ്ട, ഒറ്റ സിലബസ് മതി. എന്തിനീ 3 തട്ട്? പിന്നെ ഓരോ മതക്കാരൻ്റെ സ്ഥാപനങ്ങളിൽ അവരുടെ മതം പ്രൊമോട്ട് ചെയ്യുക, കൂടുതൽ അത് പഠിപ്പിക്കുക. പറ്റിയാൽ ഓരോരുത്തരുടെ തലയിൽ ഓരോന്ന് അടിച്ചേൽപ്പിക്കുക. അത് അടിച്ചേൽപ്പിക്കുന്ന സാധനം ഇത് ഈ പറഞ്ഞ പോലെ വെട്ടിയതും കുത്തിയതും കൊന്നതും ശപിക്കപ്പെട്ടതും നശിച്ചെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള കഥകളാണ് പഠിക്കുന്നത്. അത് മാറ്റണം. ഈ സ്ഥാപനങ്ങളൊന്നും തന്നെ അത് ഞാൻ സ്കൂളും ട്രാൻസ്പെറൻ്റ് ആക്കാൻ പറ്റും. ഒരു സ്കൂളിൽ എല്ലാ സ്കൂളിനും ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ആ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന സ്വഭാവത്തിന് അപ്പുറത്തോട്ട് ഒരു സാധനം പഠിപ്പിക്കാനോ സംസാരിക്കാനോ പാടില്ല. അവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ ഓൺലൈനിൽ തന്നെ ഫെസിലിറ്റി വേണം. അല്ലാതെ കൊണ്ട് കംപ്ലയിൻറ്റ് ബോക്സ് വെച്ചെന്ന് പോലീസുകാർ ഏതോ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന് പിള്ളേർ കത്തെഴുതി ഇടുവന്ന്, എന്നിട്ട് ആഴ്ച ഒരിക്കലും കണ്ട് എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഈ കത്തെഴുതിയിട്ടേക്കുന്ന ഒരു കൊച്ചു പറയുകയാണ് പരീക്ഷയ്ക്ക് തോറ്റാൽ ഞാൻ മരിക്കും, പരീക്ഷയ്ക്ക് തോറ്റ് മരിച്ച് കഴിയുമ്പോഴായിരിക്കും ഇവർ വന്ന് ബോക്സ് എടുത്തിട്ട് മരിക്കും എന്ന് പറഞ്ഞാൽ കൊച്ചു എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയും അത് മരിച്ചെന്ന് പറയും. അങ്ങനത്തെ പൊട്ടത്തരേ കാണിക്കുന്നത്. എല്ലാവരുടെയും മൊബൈലൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി സ്കൂളിൽ കൊടുക്കണം. അവർക്ക് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യേണ്ടി വരത്തില്ല ഞാൻ പറഞ്ഞ രീതിക്കാണെങ്കിൽ. കാരണം ക്ലാസ് റൂംസൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. അവിടെ ഒരു ടീച്ചറുടെ പൊളിറ്റിക്സോ അല്ല അവരുടെ മതമോ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റോ ഒന്നും അല്ല വരേണ്ടത്. അവിടെ വേണ്ടത് അവർ ചെയ്യേണ്ട പണി കൃത്യമായിട്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ എൻ്റർടൈൻമെൻറ്റ് വരുമ്പോൾ ഈ ടി വിക്കകത്തുനിന്നും ഈ പറഞ്ഞ മൊബൈലിനകത്തുനിന്നും പിള്ളേർ കാണുന്ന എന്തോ എന്നൊന്നും പലർക്കും അറിയത്തില്ല. എന്താ കാണിക്കേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് കുറച്ച് പേരൻസിനെ അറിയാം. അവരുടെ പിള്ളേർ ഇത്തിരി ചാനലുകൾ മാത്രം കണ്ടതുകൊണ്ട് ഇംഗ്ലീഷ് നല്ല ലാംഗ്വേജ് ഡെവലപ്പായി, ബിഹേവിയർ നന്നായി. സ്കൂളിൽ തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടി നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഇടപെടുന്നുണ്ടല്ലോ, എവിടെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, നിങ്ങൾ വിദേശത്താണെന്നൊക്കെ ചോദിച്ചവരുണ്ട് ടീച്ചർമാർ. പക്ഷെ അവരൊരിടത്തും പോയിട്ടില്ല. അവരാകെ ചെയ്തത് ഈ പരിപാടി കാണിക്കാതെ നല്ല ചാനൽസിൽ നിന്നുള്ള കാർട്ടൂൺസ് മാത്രമേ പിള്ളേർ കണ്ടിട്ടുള്ളൂ. അവരുടെ ലാംഗ്വേജ് നന്നായിട്ടുണ്ട്. ഞാൻ കുറേ പിള്ളേരെ കണ്ടു, നല്ല രീതിയിൽ വളരുന്നുണ്ട്. അതേസമയം ഇവിടുത്തെ സിനിമയും കണ്ട് നടക്കുന്നതൊക്കെ റോക്കി ബായ് എന്ന് പറഞ്ഞ് നടക്കുന്ന കൊച്ചുങ്ങളെയൊക്കെ കാണുന്നത്. അതൊക്കെ നിർത്തണം. ഇനി ഈ നശിച്ച സിനിമകൾ കാണിക്കരുത് ഈ നാട്ടിൽ. അതൊരു പ്രായം കഴിഞ്ഞാൽ കാണിക്കുക. അതിനൊക്കെ ആ ഏജ് നോക്കണം, പിള്ളേർക്ക് ഏത് പ്രായത്തിൽ കാണേണ്ട സിനിമയാണെന്നൊക്കെ. ഇവിടെ ഞാനൊരു പ്രാവശ്യം ചെന്നപ്പോൾ നമ്മുടെ എന്തോ ജയിലർ സിനിമയ്ക്ക് കൊച്ചു പിള്ളേരൊന്നും ഞെട്ടുന്നു, തലയൊക്കെ വെട്ടിക്കളയുമ്പോൾ. ഈ പേരൻസ് അതിനെ കൊണ്ട് വന്നേക്കുമോ? അവിടെ സർട്ടിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് എന്താ തോന്നിയ പോലെ കയറ്റി പിള്ളേരും കയറി കണ്ടു, കുറേ എണ്ണം പേടിച്ച് തൂറി. ഇതൊക്കെയാണ് ഒരു പ്രശ്നം. ഈ എൻ്റർടൈൻമെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ പ്രശ്നം പറ്റിയിരിക്കുന്നത് ഈ മൊബൈലിനകത്ത് ഫുൾ എൻ്റർടൈൻമെൻറ്റാണ്. നമ്മൾ രാവിലെ എഴുന്നിട്ട് ഇങ്ങനെ തട്ടി തുടങ്ങിയുണ്ടല്ലോ, കണ്ട് മടുക്കത്തില്ല. നേരത്തെ എന്ന് വെച്ചാൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കുറവാണ്. ഈ മുൻ ജനറേഷനും ഈ ജനറേഷനും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. നമുക്ക് ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൈകുന്നേരം ഞായറാഴ്ച ഒരു സിനിമ, അല്ലെങ്കിൽ ഇത്ര പാട്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇപ്പോൾ അതല്ല. ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് സ്ക്രീനിൽ നിന്ന് തല വലിക്കണം, കണ്ണ് വലിക്കണം എന്ന് പറഞ്ഞ് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കും ആൾക്കാർ. അതിനകത്തൊന്നും ഇൻഫർമേഷൻ എടുക്കുന്നില്ല, പകരം എൻ്റർടൈൻമെൻറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. എന്നിട്ട് ഇതും കണ്ടുകൊണ്ടിരുന്ന് സമയം പോവുക. അതെടുക്കുന്നത് ഇവിടുത്തെ പൊട്ട പരിപാടികൾ. ഇത് കണ്ടുകൊണ്ടിരുന്നാൽ ഈ പിള്ളേരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാൽ മതി. ഇവിടുത്തെ മെയിൻ ഈ യൂട്യൂബും ഇവിടുത്തെ കണ്ടൻറ് ക്രിയേറ്റേഴ്സും ഇവരുടെ ഫാമിലി വ്ളോഗും ഈ പൊട്ടത്തരം ഇവിടെ നടക്കുന്ന മൊത്തം.